ആ എന്താ ചക്ക കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കി തരാൻ പറ്റുമോ? വെറൈറ്റിയോ? ആ ഓക്കെ, നോക്കാം. ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? എന്നാ വായോ. അപ്പോൾ നമുക്ക് ചക്ക വെച്ചുള്ള ടേസ്റ്റി ഐറ്റം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എള്ളിട്ട് കൊടുക്കാം. കറുത്ത എള്ളുണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ ആ എള്ളില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എള്ളുണ്ട ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ എള്ളുണ്ട ഉണ്ടാക്കാവുന്നത്. അപ്പോൾ നമ്മുടെ കറുത്ത എള്ളെല്ലാം തീർന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് എള്ള്, വെള്ള എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്, അവരവരുടെ മധുരത്തിനനുസരിച്ച്. ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കണം, കുറച്ച് അല്പം ഉപ്പ്, വളരെ കുറച്ച്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്റർ വളരെ ലൂസായി പോകും. അത് ചക്കയിൽ അത് പിടിക്കത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ അതിന്റെ കോട്ടിങ് നമുക്ക് ലഭിക്കത്തില്ല. അപ്പൊ ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ നമുക്ക് ഗ്യാസ് അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചക്ക നമ്മൾ കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് കഴുകി വെച്ച ചക്കയാണ്. ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുരുവിനോട് കൂടിയാണ് അവരുണ്ടാക്കിയത്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾക്ക് കുരു എല്ലാം കളഞ്ഞ് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ കുരുവിന്റെ പുറത്തുള്ള കറുത്ത കവറിങ്ങും അതിന്റെ കോട്ടിങ് എല്ലാം അതിൻ്റെ അകത്തുണ്ടാകും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് പൊളിച്ചിട്ട് കുരു എല്ലാം കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള കറുത്ത കോട്ടിങ് എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ചക്കയാണ്. അത് നമുക്ക് ഇതുപോലെ ആ മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയ്ക്കകത്തുനിന്ന് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ചക്കപ്പഴം നന്നായിട്ട് അതിന്റെ താഴെ വശം വെന്തു വന്നതിന് ശേഷം, മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് വശവും നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇത് കോരി എടുക്കാവുന്നതാണ്. കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ ചക്കപ്പഴവും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുക, വളരെ ടേസ്റ്റിയാണ്. പുറം നന്നായിട്ട് ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മുടെ അടിപൊളി ചക്കപ്പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. കൊൽക്കട്ടയിൽ ഇങ്ങനെ ഇവിടത്തുകാരും ഇത് കഴിച്ചിട്ടില്ല. ഞാനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു.